ആർ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ശബരിമലയിലേക്ക് ട്രാക്ടറിൽ സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ വലിയ വിമർശനം ആർ അജിത് കുമാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശേഷം DGP ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള വിവാദങ്ങൾ അത് കുറച്ചു കാലമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ ട്രാക്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? അതും DGPയുടെ ശുപാർശയുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് ADGP ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ ശുപാർശ ചെയ്തിരുന്നു. അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ച ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ടും നൽകിയിരുന്നു. നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കണമെന്നും DGP അറിയിച്ചിരുന്നു. അജിത് കുമാറിനെതിരെ ഉള്ള പരാതി അത് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനും പോലീസിനും കേട്ട വിമർശനം ചെറുതല്ല. ഈ സാഹചര്യത്തിൽ, അതായത് ഹൈക്കോടതിയുടെ വാൾമുന അതടക്കമുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ADGP ആർ അജിത് കുമാറിനെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അജിത് കുമാറിന് വീഴ്ചയുണ്ടായതായി കാണിച്ചായിരുന്നു റവാഡ ചന്ദ്രശേഖർ അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നതും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നടക്കുന്നതിനിടെ കാലിന് വേദന അനുഭവപ്പെട്ടതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചതെന്ന അജിത് കുമാറിന്റെ വിശദീകരണം ദുർബലമാണെന്നുള്ളതായിരുന്നു റവാഡ ചന്ദ്രശേഖറിന്റെ നിലപാട്. മാത്രമല്ല, ഹൈക്കോടതിയിൽ നേട്ട തിരിച്ചടിയടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിയമിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. എക്സൈസ് കമ്മീഷണറായിട്ടായിരിക്കും പുതിയ നിയമനം. ഉത്തരൽപ്പ സമയത്തിനകം ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ബറ്റാലിയൻ ADGP ആണ് ആർ അജിത് കുമാർ. മാത്രമല്ല, നേരത്തെ എക്സൈസ് കമ്മീഷണറായി അദ്ദേഹത്തെ മാറ്റി നിയമിക്കുകയും പിന്നീട് ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് തന്നെ സർക്കാർ മാറ്റിക്കളയുന്ന, അതായത് പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ട്രാക്ടർ വിവാദം ഹൈക്കോടതി കയറുകയും ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബറ്റാലിയൻ ADGP ആയിട്ടുള്ള ആർ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം അല്പസമയത്തിനുള്ളിൽ ആ ഉത്തരവ് പുറത്തിറങ്ങും എന്നും സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ പുറത്തിറങ്ങും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.